ഹോർമുസ് കടലിടുക്കിൽ സമ്മർദ്ദം തുടരാനുള്ള ആഹ്വാനവുമായി ഇറാൻ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയി. അമേരിക്കയുടെ പശ്ചിമേഷ്യയിലെ താവളങ്ങൾ അടയ്ക്കണമെന്നും സന്ദേശത്തിൽ ആവശ്യമുന്നയിക്കുന്നുണ്ട്. ഹോർമുസിലെ സമ്മർദ്ദതന്ത്രം അമേരിക്കയെ പിന്മാറാൻ പ്രേരിപ്പിക്കുമെന്നും സന്ദേശത്തിലുണ്ട്. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് പ്രജിത് മോഹനാണ് ചേരുന്നത്. പ്രജിത്ത്, ഒരു സമ്മർദ്ദതന്ത്രമാണ് ഇപ്പോൾ പ്രയോഗിക്കപ്പെട്ടിരിക്കുന്നത്. എന്താണ് മുജ്തബ ഖമനേയി പറയുന്നത്? ഇറാൻ എങ്ങനെയാണ് ഈ ഹോർമുസ് കടലിടുക്കിനെ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം അദ്ദേഹം ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയുകയാണ്. അതായത് ഹോർമുസ് കടലിടുക്ക് എന്ന് പറയുന്നത് ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂളാണ്, ഒരു ലെവറേജ് ആണ് എന്നുള്ളതാണ് അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. ആ യുദ്ധോപകരണം നമ്മൾ വേണ്ട രീതിയിൽ ഉപയോഗിക്കുകയും വേണമെന്ന് അദ്ദേഹം രാജ്യത്തെ നടത്തിയിട്ടുള്ള ആദ്യത്തെ അഭിസംബോധനയിൽ പറയുകയുണ്ടായി. അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം GCC രാജ്യങ്ങളുമായി തങ്ങൾക്ക് ശത്രുതയില്ല, അവിടെയുള്ള ഈ പറയുന്ന രീതിയിലുള്ള US ബേസുകളെയും മറ്റുമാണ് തങ്ങൾ ആക്രമിക്കുന്നത് എന്നതുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഈ രീതിയിൽ തിരിച്ചടി നൽകും. ഏത് രീതിയിലാണോ തങ്ങളുടെ പരമോന്നത നേതാവിനെയും അതോടൊപ്പം തന്നെ ഇറാനിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലും ആക്രമണം നടത്തിയത്, എങ്ങനെയാണോ ഇവിടുത്തെ ഇറാനിയൻസ് രക്തസാക്ഷികളായത്, അവരുടെയൊക്കെ ചോരയ്ക്ക് പകരം ചോദിക്കുമെന്ന രീതിയിൽ തന്നെയാണ് അയത്തുള്ള അലി ഖമേനിയുടെ മകനായിട്ടുള്ള മുജ്തബ ഖമേനി, രാജ്യത്തിൻ്റെ പുതിയ പരമോന്നത നേതാവ്, ഇപ്പോൾ ഈ രീതിയിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിരിക്കുന്നത്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്, ഇറാൻ്റെ പരമോന്നത നേതാവായി അവരോധിക്കപ്പെട്ടതിന് ശേഷം മുജ്തബ ഖമേനി നടത്തുന്ന ആദ്യത്തെ ഒരു രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്ന ഒരു സംവിധാനമാണ്, അല്ലെങ്കിൽ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ അതുപോലും അദ്ദേഹം നേരിട്ടല്ല ഇറാനിലെ സ്റ്റേറ്റ് TV ക്ക് മുന്നിൽ എത്തിയത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇറാനിലെ സ്റ്റേറ്റ് TV യുടെ അവതാരകൻ അദ്ദേഹത്തിൻ്റെ സന്ദേശമായി വായിക്കുകയായിരുന്നു. മുജ്തബയുടെ സന്ദേശം എന്ന രീതിയിൽ അദ്ദേഹം തന്നെയാണ്, അതായത് അവതാരകൻ തന്നെയാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ മുജ്തബ ഖമേനി എവിടെ എന്നുള്ള ചോദ്യം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടുണ്ട്. ഇറാൻ്റെ പരമോന്നത നേതാവായി അവരോധിക്കപ്പെട്ടുവെങ്കിലും രാജ്യത്തെ ജനങ്ങളെ നേരിട്ട് വന്ന് അദ്ദേഹം അഭിസംബോധന ചെയ്യാത്തത് എന്തുകൊണ്ടെന്ന ചോദ്യവും അവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ സാധാരണഗതിയിൽ മുൻപ് നീലിമ തന്നെ സൂചിപ്പിച്ചതാണ്, ഇത്തരത്തിലുള്ള ചില യുദ്ധ സാഹചര്യത്തിലൊക്കെ നേതാക്കൾ അവർ പുതിയ നേതാക്കളെ അവരോധിക്കപ്പെട്ടാൽ തന്നെയും ഒരു മുൻപ് റെക്കോർഡ് ചെയ്തിട്ടുള്ള വീഡിയോ സന്ദേശമടക്കം പ്ലേ ചെയ്യുക, അല്ലെങ്കിൽ അത് രാജ്യത്തെ ഔദ്യോഗിക മാധ്യമങ്ങളിലൂടെ പുറത്തുവിടുക എന്നതൊക്കെയാണ് രീതികൾ. പക്ഷേ മുജ്തബയുടെ കാര്യത്തിൽ അതും ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു ശ്രദ്ധേയമായിട്ടുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും നേരത്തെ തന്നെ അദ്ദേഹത്തിന് യുദ്ധത്തിൽ പരിക്കേറ്റതായിട്ടുള്ള വിവരങ്ങളുണ്ട്. അപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ആ രീതിയിലുള്ള പരിക്ക് മുജ്തബയ്ക്കുണ്ട് എന്നുള്ള സൂചന കൂടിയാണ് ഇത്തരത്തിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റിലൂടെ, ഒരു പ്രസ്താവനയിലൂടെ രാജ്യത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് മുജ്തബ പോയത് എന്നുള്ളത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. നീലിമ.